പിണറായി വിജയൻ്റെ പ്രതികരണമാണ്. അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള പ്രതികരണം പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായി. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം പ്രതികരിച്ചത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായിട്ടുണ്ടാവുന്നതാണ്. എന്നെ വേട്ടയാടാൻ നരേന്ദ്രമോദിയല്ല, അമിത്ഷായല്ല, ആര് വിചാരിച്ചാലും നടക്കില്ല എന്നൊരു തീ വാചകം അദ്ദേഹം പറയും നമ്മൾ പ്രതീക്ഷിച്ചു. അതുണ്ടായോ? ഇല്ല, അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരൊക്കെയും എന്ന് പറഞ്ഞത് വി ഡി സതീശനും മോദിയും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന റെയ്ഡെന്നായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ കെ എം ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയില്ലേ? അത് പിണറായി വിജയനും മോദിയും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് അവർ സമ്മതിക്കുമോ? പോട്ടെ, ആ ആരോപണമൊക്കെ അവർക്ക് ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഉന്നയിക്കുകയും ചെയ്യാൻ ഉന്നയിക്കണം. പക്ഷേ ഈ ഇ ഡി വരുന്നത് ഈ ഇ ഡി ഇവിടെ വന്നു കയറിയിട്ടുള്ളത് അമിത്ഷായുടെയും മോദിയുടെയും ചീട്ടും കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ വാചകം, നരേന്ദ്രമോദി നിങ്ങൾ എന്നെ പൂട്ടാമെന്ന് വിചാരിക്കേണ്ട, അമിത്ഷാ നിങ്ങളുടെ മറ്റേ പറഞ്ഞ വാക്കാണല്ലോ, ആ തടിയിലെ വെള്ളം പോരാന്ന്, അതുപോലൊരു വാചകം ഇന്നുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു. റിയാസല്ലോ, എന്താണ് പിണറായി വിജയൻ പറയുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് പിണറായി വിജയൻ പറഞ്ഞില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ഇപ്പോഴും അറച്ചറച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ വീണ വിജയനെ സപ്പോർട്ട് ചെയ്യുക, സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് അർത്ഥത്തിക്കുക. സി പി എം സപ്പോർട്ടേഴ്സ്, സിമ്പതൈസേഴ്സ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സി പി ഐ എം അവരുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിൽ പോലും തോറ്റുപോകുന്നതിൽ പിണറായി വിജയൻ്റെ മകൾ 1,72,72,00,000 രൂപ എന്തിനു വാങ്ങി എന്ന് മനസ്സിലാവാത്ത മനുഷ്യർ ചെയ്തിട്ടുള്ള വോട്ടുകൾ കൂടിയാണ് ആരെ തോപ്പിച്ചത്? സി പി എമ്മിനെ തോപ്പിച്ചത്. ഇപ്പോഴെങ്കിലും സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നേരത്തെ കുറിപ്പിറക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കുറിപ്പിറക്കണം. എന്തിനാണ് എക്സലോജിക് എന്ന് പറയുന്ന വീണ വിജയൻ്റെ കമ്പനി 1,72,00,000 രൂപ വീണ വിജയൻ എന്തിനാണ് വാങ്ങിച്ചത്? ഏത് സർവീസ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്? പിണറായി വിജയന് പറയാൻ പറ്റുന്നില്ല. അന്ന് പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്ന എ കെ ബാലന് പറയാൻ പറ്റിയിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ കുറിപ്പിൽ അതില്ല. സി പി എമ്മിൻ്റെ ഒരു സാധാരണ സഖാവിന് പോലും പറയാൻ കഴിയാത്ത നിലയുണ്ട്. അതിൽ വ്യക്തത വരുത്തണം. അതിൽ വ്യക്തത വരുത്തിയാൽ ഈ കേരളം ഒന്നാകെ ഈ വേട്ടയ്ക്കെതിരായിട്ട് പിണറായി വിജയൻ്റെ പിന്നണിയിൽ അണിനിരക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് സി പി എം ചെയ്യേണ്ടത് ആ അവസാനത്തെ പഴുതു അടയ്ക്കലാണ്. അതെന്തുകൊണ്ട് പറയാൻ ഇപ്പോഴും പറ്റുന്നില്ല? ഈ മഹാതോൽവിക്ക് ശേഷവും പറ്റുന്നില്ല എന്ന് സി പി എമ്മും സി പി എമാരും ആലോചിക്കേണ്ടതാണ്. ശരിയാണ്, ഇന്നത്തെ ദിവസം പിണറായി വിജയൻ്റെ പിന്നിൽ അണിനിരക്കാൻ കോർ സി പി ഐമാരുടെ ഒരു സംഘം എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ ആ സി പി എമ്മുകാർ മാത്രം ചേർന്നാൽ ഉണ്ടാകുന്ന ഒന്നല്ല സി പി എം പാർട്ടിയും അതിൻ്റെ ഭരണാധികാരവും. അതിന് വലിയ തോതിൽ സപ്പോർട്ട് ബേസ് ഉണ്ടാവേണ്ടതുണ്ട്. ആ സപ്പോർട്ട് ബേസിൽ എവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനിത് മകളുടെ 1,72,00,000 കാരണമാണെങ്കിൽ അതിൽ വ്യക്തത വരുത്തിപ്പോയാൽ ഈ പോരാട്ടത്തിൽ പിണറായി വിജയൻ്റെ പിന്നിൽ അണിനിരക്കാൻ കേരളത്തിന് കഴിയും. അണിനിരക്കുന്ന കേരളത്തെ തടയാൻ ഒരു വി ഡി സതീശനും പറ്റില്ല. പക്ഷേ അതിന് ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കലാണ്. ഈ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ആ പൈസ വാങ്ങിച്ചിട്ടുള്ളത് അന്യായമായിട്ടാണ്. കാരണം പിണറായി വിജയൻ്റെ മകൾ വീണ നടത്തിക്കൊടുന്ന എക്സലോജിക്ക് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനി എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ വെബ്സൈറ്റ് പോലും ഇല്ല. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനി എന്തിനാണ്? കരിമണൽ കമ്പനിക്ക്, അവർക്ക് വളരെ മിനിമലായിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് മാത്രം ഉപയോഗിക്കുന്ന കമ്പനിക്ക് എന്ത് സേവനം കൊടുത്തിട്ടാണ് 1,72,00,000 രൂപ? അധികാരത്തിലിരിക്കുന്ന ആളുടെ മകളായതുകൊണ്ട് മാത്രം നൽകപ്പെട്ടതെന്നാണ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. സോ അത് വ്യക്തത വരുത്താൻ സി പി എം എല്ലാ കാര്യത്തിലും എല്ലാ സാങ്കേതികത്വങ്ങളുടെ ഇഴകേറി വിശദീകരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. ആ പാർട്ടിക്ക് പറ്റണം എന്താണ് കൊടുത്തതെന്ന്. അറ്റ്ലീസ്റ്റ് അവർക്ക് പറ്റണ്ടേ? വീണ വിജയന് പറ്റണമല്ലോ. എൻ്റെ കമ്പനി വാങ്ങിച്ചിട്ടുള്ള 1,72,00,000 പേരിൽ എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ ഒരു മഹാപ്രസ്ഥാനവും വഴിയിൽ നിന്ന് ഏറുകൊള്ളുകയാണ്. അപ്പോൾ എനിക്കൊന്ന് വിശദീകരിക്കാൻ പറ്റണ്ടേ? വേറെ ഏതെല്ലാം കമ്പനികളെല്ലാം വിവാദങ്ങളുടെ കാര്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എന്താണ് ക്യാമറ വെച്ചില്ല, റോഡിലെല്ലാം ക്യാമറ വെച്ച് വലിയ വിവാദം ഉണ്ടായപ്പോൾ ആ കമ്പനികളെല്ലാം ഒന്ന് വിശദീകരിച്ചല്ലോ. അതുപോലെ ഈ കമ്പനിക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കും വിശദീകരിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ അവർ സേഫായി വീട്ടിലിരിക്കുകയും അവരുടെ പാർട്ടി വഴിയിൽ നിന്ന് നനയുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അത് വിശദീകരിക്കാനുള്ള ബാധ്യത ഒന്നിൽ അവർക്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ പിതാവിനുണ്ട്, അല്ലെങ്കിൽ പിതാവിൻ്റെ പാർട്ടിക്കുണ്ട്. അപ്പോഴേ ഇത് പൂർണ്ണമാകൂ ഈ പ്രതിരോധം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു, മീഡിയ വണ്ണിനോട് തന്നെയാണ്. അതായത് ഇതിനകത്ത് പിണറായി വിജയന്റെ വീട്ടിൽ കയറുന്നത് മാത്രമാണ്, വീണയുടെ കേസ് വേറെ ഉണ്ടാകാം, അത് അവർ നോക്കട്ടെ എന്നുള്ള സമീപനം അവരിൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അത് നേരത്തെ എടുത്തൊരു സമീപനമാണ്. ബിനീഷ് കോടിയുടെ കേസ് ഉണ്ടായപ്പോൾ അന്വേഷണ സംഘം എന്തൊക്കെ തെളിവുകളുമായിട്ടാണ്, കണ്ടെത്തലുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതറിയാതെ ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ അതിന്മേലൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം ശരിയായ നിയമ നടപടികൾ സ്വീകരിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞു പിണറായി വിജയൻ. അന്ന് CPIM-ന്റെ PB അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ ഒരു ഉന്നത നേതാവിനെ മകനെ കുറിച്ചാണ്. അത് കോടിയേരിയെ വേട്ടയാടാനുള്ള ആസൂത്രിത പദ്ധതിയായിട്ട് CPM-ന് തോന്നിയില്ല, പിണറായി വിജയന് തോന്നിയില്ല. ഇന്ന് പക്ഷേ മകൾ 1.25 കോടി വാങ്ങിച്ചത് എക്സ്പ്ലിസിറ്റ്, അതായത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ സെർച്ച് ചെയ്യുന്ന ഏതൊരാൾക്കും ഇനി തെളിയിക്കാനില്ല. 1,72,00,000 രൂപ വീണ വിജയൻ സർവീസ് ഒന്നും കൊടുക്കാതെ വാങ്ങിച്ചു എന്നുള്ളത് ഏതൊരു കോമൺ മാനും സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ ഇരിക്കെ പിണറായി വിജയനെ വേട്ടയാടാൻ മകളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടെ നിൽക്കുന്ന കാര്യമാണ്? ശരിയാണ്, അതിന് അവർ ടാക്സ് ഒക്കെ അടച്ചിട്ടുള്ളതാണ്.
ടാക്സ് അടച്ചും പൈസ വാങ്ങിക്കാം, അഴിമതിക്ക് പല മാർഗ്ഗങ്ങളുള്ള കാലമാണല്ലോ. സോ അത് വിശദീകരിക്കുമ്പോഴാണ് CPM-ന്റെ പ്രതിരോധം പൂർണ്ണമാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.